ഡൽഹിയിലെ വായു ഗുണനിലവാരം നേരിയ തോതിൽ മെച്ചപ്പെട്ടുവെന്ന ആശ്വാസകരമായ വാർത്ത ഇന്ദ്രപ്രസ്ഥയിൽ നിന്ന് വരുന്നു. 5 ദിവസങ്ങൾക്ക് ശേഷമാണ് വായു ഗുണനിലവാര സൂചിക ഗുരുതര വിഭാഗത്തിൽ നിന്ന് മാറിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഈ ആശ്വാസ വാർത്തയുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ശരിക്കും കാര്യമായ ആശ്വാസം കിട്ടുന്ന വാർത്തയാണോ ഇത്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നേരിയ തോതിലൊരു ആശ്വാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കഴിഞ്ഞ 5 ദിവസത്തോളമായി ഡൽഹിയിൽ ഗുരുതര വിഭാഗത്തിലാണ് വായു ഗുണനിലവാര നിരക്ക് ഉള്ളത്. അത് ന്യൂ ഇയർ ആഘോഷത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ കടുത്ത വായുമലിനീകരണം തുടരുകയായിരുന്നു. എന്നാൽ പുതുവത്സര തലേന്നും പുതുവത്സര ദിനത്തിലും നേരിയ തോതിൽ കാറ്റടിച്ചിരുന്നു. അത് ജമ്മു കശ്മീരിലും ഹിമാചൽ പ്രദേശിലും മഞ്ഞുവീഴ്ചയുണ്ടായതിനെ തുടർന്ന് ഉണ്ടായ താപനില മാറ്റമാണ് ഈ ഒരു കാറ്റിന് വഴിവെച്ചത്. അത് ഡൽഹിയെയും ബാധിക്കുകയും ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം അത് നേരിയ തോതിൽ ഒഴിഞ്ഞു പോകുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് വളരെ മോശം വിഭാഗത്തിൽ ആണ് ഡൽഹിയിലെ വായു ഗുണനിലവാര നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 321 എന്നാണ് ഇന്ന് സൂചികകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ശരാശരി നിരക്ക് എന്നുള്ളത്. കഴിഞ്ഞ 5 ദിവസത്തെ അപേക്ഷിച്ചിടത്തോളം ഏറെ മെച്ചപ്പെട്ട സാഹചര്യമാണ്. എങ്കിൽ പോലും ഈ വളരെ മോശം വിഭാഗം എന്നുള്ളതും മാസ്ക് ഉൾപ്പെടെ ധരിക്കാനുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്ന വിഭാഗമാണ്. ഒപ്പം തന്നെ ഇന്ന് മൂടൽമഞ്ഞിന്റെ അളവിലും ഡൽഹിയിൽ കുറവുണ്ടായിരിക്കുന്നു. അതേസമയം മറ്റ് സമീപ സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഇന്നും മൂടൽമഞ്ഞും അതിനെ തുടർന്ന് ചില അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഡൽഹിയിലെ സാഹചര്യം നേരിയ തോതിൽ മെച്ചപ്പെട്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.